വളരെ ആഗ്രഹത്തോടുകൂടി CUT പരീക്ഷ എഴുതിയിട്ട് വിചാരിച്ചത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതെ ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ നിർബന്ധമായും ഈ വീഡിയോ മുഴുവൻ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നന്നായി മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും 1ഉം 2ഉം അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു അഡ്മിഷൻ പ്രോസസ്സിനുള്ള എക്സാം ആണെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം ആണെങ്കിൽ നിർബന്ധമായും വളരെ അടുത്ത ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ള കുട്ടികൾക്കായിരിക്കും പലപ്പോഴും അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടുക. നമ്മൾ ഇതേ പ്രോസസ്സ് നമ്മൾ നിങ്ങളുടെ SLC കഴിഞ്ഞ് നിങ്ങൾ +1ലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പലരും അനുഭവിച്ച ആളുകളായിരിക്കും. ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് വേഗം എന്ത് ചെയ്യും, നിങ്ങൾ അവർ ആഗ്രഹിച്ച ടോപ്പ് സ്കൂളുകളിലേക്ക് സീറ്റ് കിട്ടും. പിന്നെ കമ്പാരേറ്റീവ്ലി 2ഉം 3ഉം 4ഉം അല്ലെങ്കിൽ 3 അലോട്ട്മെന്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക പല സ്കൂളിലും അഡ്മിഷൻ കിട്ടും അല്ലേ. അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് എപ്പോഴും ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ നടക്കുക. ഇപ്പൊ നിങ്ങളുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 550 അല്ലെങ്കിൽ ഒരു 550 600 ആണെന്ന് വിചാരിക്കുക ഔട്ട് ഓഫ് 800. ഈ മാർക്കിന് മുകളിലാണ് നിങ്ങളെ മാർക്ക് എങ്കിൽ, അതായത് 600 മാർക്കിന് മുകളിലാണ് നിങ്ങളെ മാർക്കെങ്കിൽ ഒരു 550 to 600 മാർക്കിന് മുകളിലാണ്. താഴോട്ട് നിങ്ങൾ വലിയൊരു ഹോപ്പ് എനിക്ക് തരാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു മാർക്കിന് മുകളിലാണ് നിങ്ങളെ എൻട്രൻസിന്റെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് പല കോളേജിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് എങ്ങനെയാണ് സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു എങ്കിൽ A എന്ന് പറഞ്ഞൊരു കുട്ടി എന്ത് ചെയ്യാണ് അഡ്മിഷന് വേണ്ടി കൊടുക്കുകയാണ്. ആ കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ട്. ആ കുട്ടി ആദ്യം ഡൽഹിയിൽ കൊടുത്തു, രണ്ടാമത്തത് പിന്നെ JNU കൊടുത്തു. അങ്ങനെ ഓരോ കോളേജ് ഫോർ എക്സാമ്പിൾ 2 കോളേജ് നമുക്ക് എക്സാമ്പിൾ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ റാങ്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഡൽഹിയിലും കൊടുത്തിട്ടുണ്ട്, JNUയിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ രണ്ടിലും ഈ കുട്ടിക്ക് നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് ഡൽഹിയിലും അതുപോലെ JNUയുടെയും ലിസ്റ്റിലും ആ കുട്ടിക്ക് വരും. ചിലപ്പോൾ കുട്ടി ഓപ്റ്റ് ചെയ്യുന്നത് JNU എന്ന് വിചാരിക്കും. അപ്പോൾ JNU ഓപ്റ്റ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ലിസ്റ്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ആ ലിസ്റ്റ് ഇവിടെയും ആ കുട്ടിയുടെ പേരുണ്ടായിരിക്കും, ഇവിടെയും ആ കുട്ടിയുടെ പേരുണ്ടായിരിക്കും അല്ലേ. പക്ഷെ ആ കുട്ടി ഏതാ ഓപ്റ്റ് ചെയ്ത് JNU ആണ്. അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് ആ ഒരു സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് വരും, ആ ഒരു സീറ്റ് വേക്കൻ്റ് ആയി കിടക്കും. സോ സിമ്പിൾ പ്രോസസ്, സിമ്പിൾ ലോജിക്കുള്ളൂ, വേറെ അധികം എക്സ്ട്രാ ലോജിക് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പല കോളേജിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഡൽഹി ആണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു, അവിടെ ക്ലാസ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കർണാടക യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. അപ്പോൾ പല കോളേജിലും 1ഉം 2ഉം 3ഉം 4ഉം അലോട്ട്മെന്റ് ഒക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല കുട്ടികളും എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ പല കോളേജിലും എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. പലർക്കും അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ പല കോളേജിലും എന്ത് ചെയ്യാറുണ്ട്, വേക്കൻസീസ് വരാറുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സീറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമയോടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ 2ഉം 3ഉം 4ഉം അലോട്ട്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമ്മൾ വളരെ നമുക്കൊരു മടുപ്പ് വരുന്നൊരു പരിപാടിയാണ്. നമുക്കൊരു മാർക്ക് ഈ ലെവലിൽ മീഡിയം ലെവലിലൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വിഷമമൊക്കെ വരും അല്ലേ. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് പ്രതീക്ഷയോടെ നോക്കി നിൽക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പല കോളേജിലും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഏതെങ്കിലും ഫ്രണ്ട് ഇതേപോലെ CUT എഴുതി കുത്തിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ വേഗം അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ CUT എക്സാമുമായി ബന്ധപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും താഴെകളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ എഡ്യൂബോർഡ് നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം, കമൻ്റായിട്ട് ചോദിക്കാം. നമ്മളതിനെ കൃത്യമായി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതലായിട്ട് CUTയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.